നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ആ ചെറിയ ഉപകരണം ലോകത്തെ മൊത്തം ഒരു മാരകമായ രഹസ്യത്തിലൂടെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആണവായുധങ്ങൾ തൊടുക്കാനും ശത്രുക്കളെ തകർക്കാനും വേണ്ടി അമേരിക്ക അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു വിദ്യ. അതെങ്ങനെയാണ് നമ്മുടെ കൈകളിലെത്തിയത്? 269 മനുഷ്യജീവനുകൾ ഒരു വിമാനാപകടത്തിൽ എരിഞ്ഞു തീർന്ന ഒരു ദുരന്തമില്ലായിരുന്നുവെങ്കിൽ ഈ അത്ഭുതം ചിലപ്പോൾ നമ്മൾ ഉടനെ അറിയുമായിരുന്നില്ല. ഇത് വെറും ഒരു സാങ്കേതിക വിദ്യയല്ല. ഐൻസ്റ്റീൻ്റെ വിചിത്രമായ ഭൗതിക ശാസ്ത്രം ഉപയോഗിച്ച് സമയത്തെയും ദൂരത്തെയും വളച്ചൊടിക്കുന്ന ഒരു മാന്ത്രിക ലോകമാണ്. അന്ന് അമേരിക്കൻ മിലിറ്ററി പൂട്ടിവെച്ചിരുന്ന രഹസ്യം ഇന്ന് നമ്മുടെ മനസ്സ് വായിക്കുന്ന, നമ്മുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു ഭീകരശക്തിയായി മാറിയിട്ടുണ്ടോ? ലോകം ഇന്ന് പ്രവർത്തിക്കുന്നതും AI അതിൻ്റെ സ്വന്തം നട്ടെല്ലായി കാണുന്നതും ഈ ടെക്നോളജിയാണ്. പക്ഷേ ഒരു മിസൈലിൽ തുടങ്ങി നമ്മുടെ വീട്ടുപടിക്കലെത്തിയ ഈ വിപ്ലവത്തിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന പല സത്യങ്ങളുമുണ്ട്. നമ്മൾ ഓരോ നിമിഷവും ഉപയോഗിക്കുന്ന, എന്നാൽ അതിൻ്റെ യഥാർത്ഥ മുഖം ഇതുവരെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഭരണം തുടങ്ങിയ കാലം, അന്ന് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഇന്ത്യയെ മാപ്പ് ചെയ്യുക എന്നുള്ളത്. അതൊരു കൗതുകത്തിനല്ല. സത്യം പറഞ്ഞാൽ ഒരു സ്ഥലത്തെ അളക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ടാക്സ് പിരിക്കാൻ പറ്റില്ല, അവിടെ ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 19-ാം നൂറ്റാണ്ടിൽ അവർ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേരിൽ ഒരു ഭീകര പരിപാടിയിലൂടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനെ മൊത്തത്തിൽ ഒരു മാപ്പിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങളത് ആലോചിക്കേ, പണ്ട് കാലത്ത് എങ്ങനെയാണ് ഇന്ത്യയുടെ ഷേപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പഞ്ചാബ് ഇവിടെയാണ്, ഡൽഹി ഇവിടെയാണ്, ഹൈദരാബാദ് ഇവിടെയാണ്, ചെന്നൈ ഇവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അന്ന് ഈ പറയുന്ന രീതിയിൽ വളരെ ഹൈറ്റിൽ പോയിട്ട് ചിത്രമെടുക്കാൻ പറ്റുന്ന സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മാപ്പ് ചെയ്തിട്ട് ഏറെക്കുറെ സ്പേസിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയിരിക്കും എന്ന് ഭൂപടം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. 100 കണക്കിന് കിലോ ഭാരമുള്ള തിയഡോലൈറ്റ് പോലെയുള്ള വലിയ യന്ത്രങ്ങളുമായിട്ട് മനുഷ്യൻ വനത്തിലൂടെയും മലമുകളിലൂടെയും മരുഭൂമിയിലൂടെയും ഒക്കെ ഇന്ത്യയെ മൊത്തം അളന്നു. അവർ ഉപയോഗിച്ചിരുന്ന വലിയ ഇരുമ്പ് ചങ്ങലകൾ വെയിലത്ത് വികസിക്കാനോ തണുപ്പത്ത് ചുരുങ്ങാനോ പാടില്ല. അത്രയ്ക്കും കൃത്യതയുള്ള രീതിയിൽ വേണമായിരുന്നു മാപ്പ് ഉണ്ടാക്കേണ്ടത്. അതായിരുന്നു പേപ്പർ മാപ്പുകളുടെ കാലം. ഇന്ത്യയെ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് മാപ്പ് ചെയ്തത് എന്നത് വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ഥലത്തെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ കഥ മാറുന്നത് റേഡിയോ തരംഗങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ പല സ്ഥലങ്ങളുടെയും മാപ്പുകളെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അതിൻ്റെ ചിത്രം വരയ്ക്കലും ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത് വിമാനത്തിൽ കയറി ഫോട്ടോ എടുത്തതിലൂടെയോ അല്ലെങ്കിൽ പെന്നും പേപ്പർ ഉപയോഗിച്ച് വരച്ചതിലൂടെയോ ഒന്നുമല്ല, മറിച്ച് അന്തരീക്ഷത്തിൽ മുഴങ്ങിയ ഒരു ചെറിയ ബീപ്പ് ശബ്ദത്തിൽ നിന്നാണ്. അതായത് 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്തു. അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിഗ്നൽ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കും. ജോൺസ് ഹോപ്കിൻസ് ലാബിലെ വില്യം ഗയർ, ജോർജ് വീഫൻബാക്ക് എന്നീ 2 US സയൻറ്റിസ്റ്റുകൾ ഈ സിഗ്നലുകളെ ശ്രദ്ധിച്ചിരുന്നു. അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ സാറ്റലൈറ്റ് അടുത്തേക്ക് വരുമ്പോൾ ആ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടുകയും അകന്നു പോകുന്ന രീതിയിൽ ഭൂമിയെ ചുറ്റുമ്പോൾ, അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുമ്പോൾ നല്ല ഫ്രീക്വൻസിയും ദൂരെ നിന്ന് സിഗ്നൽ വരുമ്പോൾ ആ ഫ്രീക്വൻസി കുറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ റോഡിൽ നിൽക്കുമ്പോൾ ആംബുലൻസ് അടുത്തേക്ക് വരുമ്പോഴുള്ള ശബ്ദമാറ്റമില്ലേ, അതുപോലെയാണ്. ഇതിനാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ സിഗ്നൽ വെച്ച് സാറ്റലൈറ്റ് എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് ലാബ് ഡയറക്ടർ ഫ്രാങ്ക് മാക്സൂർ ഒരു മാരകമായ ഐഡിയ മുന്നോട്ട് വെച്ചത്. സാറ്റലൈറ്റ് എവിടെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാമെങ്കിൽ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ എവിടെയാണെന്നും കൂടി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതായിരുന്നു GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന വിപ്ലവത്തിൻ്റെ തുടക്കം. പക്ഷേ സത്യം പറഞ്ഞാൽ GPS ഉണ്ടാക്കിയത് സാധാരണക്കാർക്ക് വഴി കാണിച്ചു കൊടുക്കാനല്ല, മറിച്ച് യുദ്ധക്കപ്പലുകൾക്കും സബ്മറൈനുകൾക്കും കൃത്യമായി മിസൈലുകൾ അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ളൊരു ചെറിയ ഫോണിന് എങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ ഇത്ര കൃത്യമായി കിട്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയേണ്ടത്. കാരണം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തെയും ഗൂഗിൾ മാപ്പിനെയും പറ്റി പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സ്വാധീനം വരുന്നത് മൊബൈൽ ഫോണിലാണ്. ഇതിന് പിന്നിലൊരു വലിയ സിസ്റ്റം തന്നെയുണ്ട്. ഇതിനെ 3 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, സ്പേസ് സെഗ്മെൻറ്റ്. അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഏകദേശം 20,000 കിലോമീറ്റർ ഉയരത്തിൽ 24 സാറ്റലൈറ്റുകൾ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിൽ നമ്മൾ എവിടെ നിന്നായാലും കുറഞ്ഞത് 4 സാറ്റലൈറ്റുകളുടെ പരിധിയിലെങ്കിലും വരും. അല്ലെങ്കിൽ സാറ്റലൈറ്റുകളിൽ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ എവിടെ നിന്നാലും ഒരു 4 സാറ്റലൈറ്റുകൾക്ക് നമ്മളെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവ സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് കൺട്രോൾ സെഗ്മെൻറ്റ്. അതായത് ഭൂമിയിലെ പല സ്ഥലങ്ങളിലായി ഇരിക്കുന്ന സ്റ്റേഷനുകൾ ഈ സാറ്റലൈറ്റുകൾ കൃത്യമാണോ അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടാണോ സഞ്ചരിക്കുന്നത് എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തേതാണ് യൂസർ സെഗ്മെൻറ്റ്. അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ. ഒരു കാര്യം നമ്മൾ പലപ്പോഴും തെറ്റായിട്ടാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഫോണിൽ നമ്മൾ GPS ഓണാക്കി ഇട്ടാൽ നമ്മുടെ ഫോണിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് മെസ്സേജ് പോകുന്നു എന്നാണ് ധാരണ. പക്ഷേ സത്യത്തിൽ ഫോൺ ഒരു ലിസണർ മാത്രമാണ്.
ഈ സാറ്റലൈറ്റുകൾ എപ്പോഴും സമയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള സിഗ്നലുകൾ ഭൂമിയിലേക്ക് പായിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഫോണിലെ GPS ഓണാണെങ്കിൽ നമ്മുടെ ഫോൺ അത് പിടിച്ചെടുക്കും. അങ്ങനെയുള്ള സിഗ്നലുകളുടെ സമയം മനസ്സിലാക്കി അത് ഏത് സാറ്റലൈറ്റിൽ നിന്നാണ് എന്നും അത് നമ്മുടെ കയ്യിലെത്താൻ എത്ര സെക്കൻഡ് എടുത്തു എന്നും നോക്കിയാണ് നമ്മുടെ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഇതിനെയാണ് ട്രൈലാറ്ററേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഒരാൾ വന്ന് പറയുന്നു നിങ്ങൾ കൊച്ചിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണെന്ന്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. രണ്ടാമതൊരാൾ പറയുന്നു നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് 50 കിലോമീറ്റർ അകലെയാണെന്ന്. അപ്പോഴും അവിടെ വെച്ച് നമ്മളൊരു വൃത്തം, കൊച്ചിയിൽ നിന്ന് 100 കിലോമീറ്റർ വൃത്തം വരയ്ക്കുന്നു, തിരുവനന്തപുരത്ത് നിന്ന് 50 കിലോമീറ്റർ വൃത്തം വരയ്ക്കുന്നു. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിലായിരിക്കും നമ്മൾ നിൽക്കുക. അപ്പോഴും നമുക്ക് ആക്യുറേറ്റ് ആയിരിക്കില്ല. മൂന്നാമതൊരാൾ കൂടി വന്ന് മറ്റൊരു ദൂരം കൂടി പറയുകയാണ്. ഉദാഹരണത്തിന് തെന്മലയിൽ നിന്നോ തെങ്കാശിയിൽ നിന്നോ നിങ്ങൾ ഇത്ര കിലോമീറ്റർ ദൂരെയാണ് എന്നുകൂടി പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് കൃത്യമായി നിൽക്കുന്നത് എന്ന സ്ഥലം കിട്ടും. സാറ്റലൈറ്റുകൾ ഇതാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ കണക്കുകൾക്ക് ഭയങ്കര കൃത്യത വേണം. ഒരു സെക്കൻഡിൽ 10 പോലും സമയം തെറ്റാൻ പാടില്ല. അത്രയും സ്പീഡിലാണ് സിഗ്നലുകൾ വരുന്നത്. ഈ കൃത്യത കിട്ടാൻ വേണ്ടി സാറ്റലൈറ്റുകളിൽ അറ്റോമിക് ക്ലോക്കുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ലോകത്തെ തന്നെ ഏറ്റവും കൃത്യതയുള്ള വാച്ചുകളാണ്. സീസിയം എന്ന മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് ഒരു സെക്കൻഡിൽ കോടിക്കണക്കിന് തവണ വൈബ്രേറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ആ വൈബ്രേഷൻ്റെ എണ്ണം വെച്ചാണ് ഒരു സെക്കൻഡിൻ്റെ കൃത്യത അളക്കുന്നത്. ഇത്രയും കൃത്യതയുള്ള വാച്ചുകൾ ഉണ്ടായിട്ടും ഇതിൽ വലിയൊരു തടസ്സം ഉണ്ടായിരുന്നു. അത് മാറ്റിയത് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന പ്രതിഭയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടെത്തിയ സിദ്ധാന്തങ്ങൾ പ്രകാരം സമയം എല്ലാവർക്കും ഒരുപോലെ അല്ല. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റുകൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വേഗതയുടെ ഫലമായിട്ട് സമയം വ്യത്യാസപ്പെടും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപയോഗിച്ച് സാറ്റലൈറ്റിലെ ക്ലോക്കുകൾ ഭൂമിയിലുള്ളതിനേക്കാൾ 7 മൈക്രോ സെക്കൻഡ് സാവധാനത്തിലാണ് ഓടുന്നത്. കാരണം സ്പീഡ്. അതേസമയം സാറ്റലൈറ്റുകൾ ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് നമ്മുടെ ഭൂമിയിലെ സർഫസിലെ സമയമോ ക്ലോക്കുകൾ കാണിക്കുന്ന സമയമോ അല്ല ഭൂമിയിൽ നിന്ന് 10-20,000 കിലോമീറ്റർ ഉയരത്തിലുള്ള സാറ്റലൈറ്റുകളിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഗുരുത്വാകർഷണം കുറഞ്ഞ സാറ്റലൈറ്റുകളിൽ സമയം വളരെ വേഗത്തിൽ ഓടാനുള്ള സാധ്യതയുണ്ട്. ഗുരുത്വാകർഷണം കുറയുമ്പോൾ സമയം വേഗത്തിലോടും. ഇതിൻ്റെ റിസൾട്ടായിട്ട് ക്ലോക്കുകൾ 45 മൈക്രോ സെക്കൻഡ് വേഗത്തിൽ കൂടുതൽ ഓടുന്നതായിട്ട് കാണാം. ഇവ രണ്ടും കൂട്ടി നോക്കുമ്പോൾ സാറ്റലൈറ്റിലെ സമയം ഒരു ദിവസം ഏകദേശം 38 മൈക്രോ സെക്കൻഡ് വേഗത്തിലാണ് പോകുന്നത്. കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നില്ല. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ കണ്ടുപിടുത്തം നമ്മൾ കണക്കിലെടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ 10 കിലോമീറ്ററോളം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കൊച്ചിയിലാണ് നിൽക്കുന്നതെങ്കിൽ മാപ്പ് കാണിക്കുന്നത് ആലുവയിലാണ് എന്നായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഓരോ തവണ മാപ്പ് നോക്കുമ്പോഴും ഐൻസ്റ്റീൻ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളോളം ഈ ടെക്നോളജി അമേരിക്കൻ മിലിറ്ററിയുടെ രഹസ്യമായിരുന്നു. സാധാരണക്കാർക്ക് കൊടുത്തിരിക്കുന്ന സിഗ്നൽ അത്ര കൃത്യമൊന്നും ആയിരുന്നില്ല. എന്നാൽ 1983 കൊറിയൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം വഴിതെറ്റി സോവിയറ്റ് യൂണിയൻ്റെ ആകാശത്തെത്തുകയും അവർ അബദ്ധത്തിൽ അത് വെടിവെച്ചിടുകയും ചെയ്തു. ഈ ദുരന്തത്തിന് ശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ ഒരു തീരുമാനമെടുത്തു. GPS ലോകത്തിലെ എല്ലാ സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പാകത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നീട് 2000 ബിൽ ക്ലിൻ്റൺ വന്നിട്ട് GPSൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കി. അതോടെ സാധാരണക്കാർക്കും മിലിറ്ററി ലെവലിലുള്ള കൃത്യത കിട്ടിത്തുടങ്ങി. പക്ഷേ ലൊക്കേഷൻ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? നമുക്ക് കാണാൻ പറ്റുന്നൊരു മാപ്പ് വേണം. അവിടെയാണ് ഗൂഗിൾ മാപ്പിൻ്റെ എൻട്രി. ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ മാത്രം വിചാരിച്ചുണ്ടാക്കിയ ഒന്നല്ല. അവർ ചെയ്തത് ഏറ്റവും നല്ല പണികൾ ചെയ്യുന്ന കമ്പനികളെ ഒപ്പം കൂട്ടി എന്നുള്ളതാണ്. വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഇതേ ചാനലിൽ സംസാരിച്ചിരുന്നു. 2000 തുടക്കത്തിൽ ഇൻ്റർനെറ്റിലെ മാപ്പുകൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ലൊക്കേഷൻ മാറ്റാൻ ക്ലിക്ക് ചെയ്താൽ പേജ് റീലോഡ് ആവാനായിട്ട് മിനിറ്റുകൾ എടുക്കും. അപ്പോഴാണ് ആസ്ട്രേലിയയിലെ 2 സഹോദരന്മാർ വേർ ടു ടെക്നോളജീസ് എന്ന പേരിൽ ഒരു കമ്പനിയുമായിട്ട് വരുന്നത്. മാപ്പുകളെ കഷ്ണങ്ങളായി ലോഡ് ചെയ്യുന്ന സ്ലിപ്പി മാപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആയിരുന്നു അവർ കൊണ്ടുവന്നത്. ഗൂഗിൾ ആ കമ്പനിയെ വാങ്ങി. കൂടെ CIA ഫണ്ട് ചെയ്തിരുന്ന കീഹോൾ എന്ന കമ്പനിയെയും വാങ്ങി. അവരാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ നമുക്ക് ഈ രീതിയിൽ കാണാൻ സഹായിക്കുന്ന ടെക്നോളജി ഉണ്ടാക്കിയത്. ഇതെല്ലാം കൂടി ചേർന്നാണ് 2005 ഗൂഗിൾ മാപ്പ് ലോഞ്ച് ആയത്. പക്ഷേ ലോകം മൊത്തം വ്യാപിച്ചപ്പോൾ ഗൂഗിളിന് വലിയ പണി കിട്ടി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഇന്ത്യയിലെ ആൾക്കാർ വഴി കണ്ടുപിടിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെയല്ല. അമേരിക്കയിലൊക്കെ തന്നെ റോഡിൻ്റെ പേര് നമ്പർ നോക്കിയാണ് ആൾക്കാർ പോകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ. ആ വലിയ ആൽമരത്തിൻ്റെ അടുത്ത് നിന്ന് ഇടത്തോട്ട് തിരിയുക, അവിടെ ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ച കട കാണാം, അതിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്. ഇതൊക്കെയാണ് നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം. ഗൂഗിളിൻ്റെ റിസർച്ചറായ എലിസബത്ത് ലരാക്കി ഇന്ത്യയിൽ വന്ന് പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. റോഡിന് കൊടുക്കുന്ന നമ്പറൊന്നും ഇന്ത്യയിൽ വില പോകില്ല. അങ്ങനെയാണ് ലാൻഡ് മാർക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാപ്പിംഗ് ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വലിയൊരു മാറ്റമായിരുന്നു. ടെക്നോളജി എപ്പോഴും ആ നാട്ടിലെ സംസ്കാരത്തിനനുസരിച്ച് മാറണം എന്ന് ഗൂഗിൾ പഠിച്ചത് ഇവിടെ വെച്ചാണ്. പക്ഷേ ഇതൊക്കെ തന്നെ ഗൂഗിൾ ചെയ്യുന്നതിന് മുൻപേ ഇന്ത്യയിൽ ഈ പണി തുടങ്ങിയ മറ്റൊരു ടീമുണ്ടായിരുന്നു. അതാണ് മാപ്പ് മൈ ഇന്ത്യ. രശ്മി വർമ്മ എന്ന ധീരയായ ഒരു സ്ത്രീയാണ് ഇതിന് പിന്നിൽ. സാറ്റലൈറ്റുകളൊന്നും ഇല്ലാതിരുന്ന 90കളിൽ അവർ ഇന്ത്യയിലെ റോഡുകളിലൂടെ നടന്നും വണ്ടി ഓടിച്ചും
നേരിട്ട് പോയി അളന്നെടുത്ത ഡാറ്റയാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇതിനെയാണ് ഗ്രൗണ്ട് ട്രൂത്ത് എന്ന് പറയുന്നത്. സാറ്റലൈറ്റുകൾ മുകളിൽ നിന്ന് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും താഴെ റോഡിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ടോ അതോ പുതിയൊരു കട വന്നോ എന്നൊക്കെ അറിയണമെങ്കിൽ നടന്ന് റോഡിലൂടെ പോകുന്ന ആൾക്കാർ വേണം. അല്ലെങ്കിൽ ഗൂഗിൾ പിന്നീട് കൊണ്ടുവന്ന സ്ട്രീറ്റ് വ്യൂ എന്ന പേരിൽ ക്യാമറകൾ ഘടിപ്പിച്ച വണ്ടികൾ ഓടണം. ഈ വണ്ടികൾ എടുക്കുന്ന ലക്ഷക്കണക്കിന് ഫോട്ടോകൾ AI-യുടെ സഹായത്തോടു കൂടി സ്കാൻ ചെയ്താണ് ഗൂഗിൾ ഓരോ കടയുടെയും പേരും ബോർഡുകളും മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഗൂഗിൾ വെറുമൊരു മാപ്പല്ല, അതൊരു ബിസിനസ് സാമ്രാജ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഫ്രീ ആണെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ താല്പര്യങ്ങളാണ് ഗൂഗിളിൻ്റെ ബിസിനസ്. നിങ്ങളൊരു ബിരിയാണി കട എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിന് മനസ്സിലാവുകയാണ് നിങ്ങൾക്കിപ്പോൾ വിശക്കുന്നുണ്ട് എന്ന്. ഉടൻ തന്നെ പരസ്യം വരുന്നത് ഹോട്ടലുകളുടെയാണ്. ഗൂഗിളിന് പണം കൊടുത്ത ഹോട്ടലുകളുടെ പരസ്യങ്ങൾ ഗൂഗിൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കും. അതുകൂടാതെ ഊബർ, സ്വിഗ്ഗി തുടങ്ങിയ എല്ലാ കമ്പനികളും ഗൂഗിളിൻ്റെ ഈ മാപ്പ് സിസ്റ്റം ഉപയോഗിക്കാനും ഡാറ്റ കിട്ടാനും അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ ലോകത്തെ ഒരു മൊത്തത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാക്കി മാറ്റി മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ 2013 അവർ വെയ്സ് എന്ന ആപ്പിനെ കൂടി വാങ്ങി. ആൾക്കാർക്ക് തന്നെ ട്രാഫിക് ബ്ലോക്കുകളും അപകടങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായിരുന്നു അത്. കൂടുതൽ ആൾക്കാർ മാപ്പ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഡാറ്റ കിട്ടും. ഡാറ്റ കൂടുമ്പോൾ മാപ്പ് കൂടുതൽ കൃത്യമാകും. ഇതിനെയാണ് ഡാറ്റ ഫ്ലൈവീൽ എന്ന് പറയുന്നത്. പക്ഷേ മാപ്പിംഗ് അത്ര നിസ്സാരമല്ല, അതിന് വലിയ രാഷ്ട്രീയ വശങ്ങളുണ്ട്. ഇന്ത്യയിലെ മാപ്പിൽ നോക്കിയാൽ നമുക്ക് ജമ്മു കാശ്മീരിൻ്റെ ബോർഡർ കൃത്യമായി കണ്ടിട്ട് ഒരു ഫുൾ ഇന്ത്യ കാണാൻ പറ്റും. അല്ലാതെ പാക് അധിനിവേശ കാശ്മീരും ചൈനീസ് അധിനിവേശ കാശ്മീരും മാറ്റിയല്ല നമുക്ക് കാണിക്കുന്ന. പക്ഷേ ഗൂഗിൾ പാകിസ്ഥാനി കാണിക്കുന്നത് നേരെ തിരിച്ചാണ്. അവർക്ക് കാശ്മീരിൻ്റെ ഭാഗത്തിൻ്റെ ഭൂരിഭാഗവും അവരുടേതാണെന്ന് കാണിക്കും. ഓരോ രാജ്യത്തെയും നിയമങ്ങൾക്കും രാഷ്ട്രീയത്തിനും അനുസരിച്ച് ഗൂഗിൾ മാപ്പിൽ മാറ്റങ്ങളുണ്ട്. ഇന്ത്യയിലെ പുതിയ ജിയോസ്പേഷ്യൽ പോളിസികൾ വന്നതോടെ വിദേശ കമ്പനികൾക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളും മാപ്പ് ചെയ്യുന്നതിന് ഇപ്പോൾ നിയന്ത്രണം ഉണ്ടെന്ന് കാണാം. കാരണം 21ാം നൂറ്റാണ്ടിൽ മാപ്പുകൾ എന്ന് പറഞ്ഞാൽ, അതായത് കൃത്യതയുള്ള മാപ്പുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ആയുധമാണ്. പല രാജ്യങ്ങളിലും പല ക്ലാരിറ്റിയിലാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ഉപയോഗിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. കാരണം ഒരു ഡെലിവറി ഡ്രോണിന് സാധനം എത്തിക്കാൻ മാത്രമല്ല, ഒരു മിസൈലിന് ലക്ഷ്യം കാണാനും ഗൂഗിൾ മാപ്പ് മതി. ഇനി ഭാവിയിലേക്ക് നോക്കിയാൽ മാപ്പുകൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. ആൾക്കാർക്ക് വേണ്ടിയല്ല, മറിച്ച് യന്ത്രങ്ങൾക്ക് കൂടെ വേണ്ടിയാണ് മാപ്പുകൾ അപ്ഡേറ്റ് ആവുന്നത്. സ്വന്തമായിട്ട് ഓടുന്ന കാറുകൾ, അതായത് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾക്ക് ഒരു സാധാരണ മാപ്പ് പോരാ. പകരം റോഡിൻ്റെ വശത്തുള്ള കല്ലിൻ്റെ ഉയരം പോലും കൃത്യമായി രേഖപ്പെടുത്തിയ ഹൈ ഡെഫിനിഷൻ മാപ്പുകൾ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന സാങ്കേതിക വിദ്യ കൂടി വരുമ്പോൾ ഇനി നമ്മൾ ഫോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പകരം ഫോൺ ക്യാമറ റോഡിലേക്ക് പിടിച്ചാൽ അവിടെ ഓരോ മാർക്കുകൾ തെളിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അത് നേരിട്ട് കാണിച്ചു തരും. ചുരുക്കത്തിൽ ഡിജിറ്റൽ ലോകവും യഥാർത്ഥ ലോകവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ വഴി കണ്ടുപിടിക്കാനുള്ള നമ്മുടെ തലച്ചോറിൻ്റെ കഴിവിനെ പതിയെ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗമാണ് നാവിഗേഷൻ നിയന്ത്രിക്കുന്നത്. വഴി കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുമ്പോഴാണ് ഹിപ്പോ ക്യാമ്പസ് വർക്ക് ചെയ്യുക. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ നീലക്കുത്തിന് പിന്നാലെ കണ്ണുമൂട്ടി നടക്കുന്നത് കൊണ്ട് വഴി തെറ്റില്ല. പക്ഷേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ശരിക്കും നമ്മുടെ ബ്രെയിൻ അറിയുന്നുണ്ടോ? ആ പഴയ കാട്ടിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ കഴിവുകൾ നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി വിറ്റ് കളഞ്ഞോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൻ്റെയും GPS-ൻ്റെയും കഥ എന്ന് പറയുന്നത് മനുഷ്യൻ ഭൂമിയെയും കാലത്തെയും കീഴടക്കിയ കഥയാണ്. ബ്രിട്ടീഷുകാരുടെ പഴയ ഇരുമ്പ് ചങ്ങലകളിൽ തുടങ്ങി ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തങ്ങൾ കടന്ന് സാറ്റലൈറ്റുകളുടെ അറ്റോമിക് ക്ലോക്കുകളിൽ എത്തി നിൽക്കുന്ന ഒരു അത്ഭുതം. ലോകത്തെ മൊത്തം ഒരു കണക്ക് പുസ്തകമാക്കി മാറ്റാൻ നമുക്കിന്ന് കഴിയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ വലിയ ഭൂമിയിൽ എവിടെ ഒറ്റപ്പെട്ടാലും നമ്മുടെ കയ്യിലൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന സത്യം. പക്ഷേ ആ വഴി കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ നമ്മൾ മറക്കുന്നുണ്ടോ എന്ന് മാത്രം ആലോചിക്കുക. മാപ്പുകൾ ഇപ്പോൾ വഴി നമുക്ക് കാണിച്ചു തരികയല്ല ചെയ്യുന്നത്, നമ്മൾ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. പണ്ട് നമ്മൾ ലോകത്തെ അളന്നു, ഇപ്പോൾ ലോകം നമ്മളെയും അളക്കുന്നു, അളന്നുകൊണ്ടിരിക്കുന്നു. അത്രമാത്രം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റ് വീഡിയോകളും ഇതിൻ്റെ റെഫറൻസും നമ്മുടെ സർവീസസും ഒക്കെ കാണുന്നതിന് വേണ്ടി jrstudioedu.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താങ്ക് യു.